ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറുന്നതോടെ കൂടുതൽ സിനിമാക്കാർ കുടുങ്ങിയേക്കും. പോക്സോ കേസിനും സാധ്യത. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം വന്നതോടെ കൂടുതൽ സിനിമാക്കാർ കുടുങ്ങുമെന്ന് സൂചന. റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട സിനിമാ പ്രവർത്തകർക്കെതിരെ കേസെടുക്കേണ്ടി വന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രായപൂർത്തിയാകാത്തവരും ചൂഷണത്തിനിരയാകേണ്ടി വന്നുവെന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതിനാൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടി വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമ്പൂർണ്ണ രൂപത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ കേസെടുക്കാനാകും, കേസെടുക്കാനാവില്ല എന്ന കാര്യങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടാകും 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കുക. റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്നത് വിലയിരുത്താനാകും തുടർ നടപടികൾ. അടുത്ത ദിവസം അന്വേഷണ സംഘം സമ്പൂർണ്ണ യോഗം ചേർന്ന് വിശദമായ ചർച്ച നടത്തും. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം കേസുകൾ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പൂർണ്ണ രൂപം കിട്ടുന്നതോടെ റിപ്പോർട്ടിൽ പേരുണ്ടാവുകയും അവർക്കെതിരെ തെളിവുകളോ മൊഴികളോ ഉണ്ടാവുകയോ ചെയ്താൽ കേസെടുക്കാനാണ് നീക്കം. മാധ്യമങ്ങളിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ വന്നതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, വെളിപ്പെടുത്തലുകൾ നടത്തിയവരിൽ നിന്ന് മൊഴി ശേഖരിച്ച ശേഷമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. നിലവിൽ 23 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പുറത്തു വന്ന കമ്മിറ്റി റിപ്പോർട്ടിൽ ഒട്ടേറെ പേരുടെ മൊഴികളുണ്ടെങ്കിലും അത് ആരൊക്കെ നൽകിയതാണെന്ന് വ്യക്തമായിട്ടില്ല. എന്നാൽ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെ പേരുകളും ആർക്കെതിരെയാണ് മൊഴി നൽകിയത് എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് സൂചന. ഏതായാലും കൂടുതൽ സിനിമാക്കാർ കുടുങ്ങും എന്നതിലേക്കാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.